ഈ മാഗ്നറ്റ് അടച്ചു കഴിഞ്ഞാൽ ഓഫ് ആവും, വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവും, യോജിപ്പിച്ച് കഴിഞ്ഞാൽ മാറ്റിക്കും. ഈ മാഗ്നറ്റ് കണക്ട് ചെയ്താൽ ഓഫ് ആവും. ഇത് മിക്കവാറും ഞാൻ കണക്ട് ചെയ്ത് നശിപ്പിക്കുമല്ലോ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെയിൻ കർത്തവ്യം എങ്ങനെ ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ അത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാം ജസ്റ്റ് ഒരു നല്ല പാക്കിങ് കേട്ടോ. റിയൽമി കൊടുത്തിരിക്കുന്ന നല്ല നീറ്റ് ആൻഡ് വെൽ പാക്കിംഗ് ആണ്. ജസ്റ്റ് ഇതിൻ്റെ താഴെ കൂടെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഹെഡ്സെറ്റ് ആയി തന്നെ കാണാം. നല്ല രീതിയിൽ അത് ഫിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു കാണുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, എന്തൊരു ഹെഡ്സെറ്റ് വാങ്ങിച്ചാലും നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇത് എടുത്തുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ജസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ കുറേ പേപ്പർ മാനുവൽസ് ഉണ്ട്, വാറണ്ടി ഇൻഫർമേഷൻസും. 6 മാസമാണ് റിയൽമി വാറണ്ടി തരുന്നത്. പിന്നെ കുറച്ച് ഇയർ ബഡ്സ് തരുന്നുണ്ട്. അതായത് നമ്മുടെ ചെവിയുടെ സൈസ് അനുസരിച്ച് ഞാൻ ഏറ്റവും ചെറിയ സൈസ് എടുക്കുന്നത്, ചിലർക്ക് അത് മീഡിയം ഉണ്ട്. ഏറ്റവും ഹൈ സൈസ് ചെവി, വലിയ ചെവിയുള്ളവർക്ക് ഇച്ചിരി വലിയ ബഡ്സ് ഉണ്ട്. അതൊന്നും പേടിക്കേണ്ട, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്സിന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ ഒരാഴ്ച റിയൽമി ബഡ്സ് ELS ഉപയോഗിച്ചു. എൻ്റെ ജെന്യൂൻ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചാൽ ബെനിഫിറ്റ് ആണോ? അല്ലെ വേറെ പല ഹെഡ്സെറ്റും ഈ റേഞ്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ? ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്? ഇതിൻ്റെ ഡൗട്ട്സ് ഒക്കെ കാണും. നിങ്ങളൊരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതി ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഇനി ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നോക്കാം. അതായത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴുള്ള ഫീലിംഗ്, ഇത് ഏത് തരം ആൾക്കാർക്കാണ് ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ പേഴ്സണലി പറയട്ടെ ഫ്രണ്ട്സ്, എനിക്ക് ബാസ് ആണ് ഇഷ്ടം. ബാസ് എന്ന് വെച്ചാൽ അറിയാലോ, ഡും 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 എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബാസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചെങ്കിൽ അതിൻ്റെ ശരിക്കും എഫക്റ്റ് അറിയാൻ പറ്റും. കേട്ടല്ലോ ഫ്രണ്ട്സ്, ഇതാണ് ബാസ്. അപ്പോൾ ഈ ഒരു ബാസ് എഫക്റ്റ് ചില ഹെഡ്സെറ്റിൻ്റെ അകത്ത് ബാസ് ബൂസ്റ്റ് ചെയ്യും, ചിലതിൻ്റെ അകത്ത് ട്രെബിൾ ബൂസ്റ്റ് ചെയ്യും. ട്രെബിൾ എന്ന് വെച്ചാൽ ഓഡിയോയുടെ ഒരു ക്വാളിറ്റി ഇല്ലേ, അപ്പം ചിലതിൻ്റെ അകത്ത് രണ്ടും ബാലൻസ് ആയിരിക്കും, ബാസും ട്രെബിളും സെയിം ആയിരിക്കും. പക്ഷേ റിയൽമി ഹെഡ്സെറ്റ് അവതരിപ്പിക്കുന്നത് ബാസിനെ ഹൈലൈറ്റ് ചെയ്താണ്. ഫ്രണ്ട്സ്, ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് കൺട്രോൾ ടെക്നോളജിയാണ്. ഇത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവും, ഇത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്റ്റ് ആവും. ഓട്ടോമാറ്റിക്കലി ബ്ലൂടൂത്ത് ഓണാണെങ്കിൽ ഇതെല്ലാം കണക്ട് ചെയ്യും. ഇത് ഭയങ്കര ഫീച്ചറാണ്. ബാറ്ററി സേവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും കിടു ഫീച്ചറാണിത്. റിയൽമി ബഡ്സ് വയർലെസ് അവതരിപ്പിച്ചിരിക്കുന്നത് ബാസിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ്. കാരണം 11mm ബാസ് ബൂസ്റ്റ് ഡ്രൈവറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു എൻഡിൻ്റെ സൈസ് കണ്ടോ ഫ്രണ്ട്സ്, നല്ല നോർമൽ ഹെഡ്സെറ്റിനേക്കാളും ഇച്ചിരി സൈസ് ഉണ്ട്. കാരണം ഈ സൈസ് കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവി ഇരിക്കാതിരിക്കുന്ന ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ല. ഈ ഒരു സൈസ് ഇവിടെ, ഈ ഒരു മുഴച്ച് ഇവിടെ വരാൻ കാരണം ആ ഡ്രൈവറിൻ്റെ സൈസാണ്. 11mm ഡ്രൈവറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാസ് കിടുവാണ്, ഒരു വേറെ ലെവൽ ബാസ്. ഫ്രണ്ട്സ്, നിങ്ങളൊരു ചില ഹെഡ്സെറ്റിൻ്റെ വയർ ഹെഡ്സെറ്റ് ആണെങ്കിലും ചില സോങ് വെച്ചാൽ ബാസ് അറിയാനില്ല. പക്ഷേ ഇതിലൊരു നോർമൽ ബാസ് ഇല്ലാത്ത സോങ് വെച്ചാൽ ആ ഒരു മുഴക്കം, ആ ഒരു ഇടിപ്പ് ഇതിൽ അറിയാൻ പറ്റും. വേറെ ലെവൽ ഫീലാണ്. നിങ്ങൾ ബാസ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഞാൻ പറയണം, കണ്ണും അടച്ച് വാങ്ങിച്ചോളൂ റിയൽമി ബഡ്സ് ELS. കാരണം ഇപ്പം OnePlus C വന്നിട്ടുണ്ട്, പിന്നെ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും ഏത് വാങ്ങിക്കുന്നത്. പക്ഷേ നിങ്ങൾ ബാസിനോടാണ് താല്പര്യമുള്ളതെങ്കിൽ ധൈര്യത്തോടെ റിയൽമി ബഡ്സ് ELS വാങ്ങിച്ചോളൂ. പിന്നെ ബാസ് അല്ല, നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുക, ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെ കൂടുതൽ ടെക്നോളജീസ് ഉള്ള സംഭവങ്ങളൊക്കെ വേണം. ബാസ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ OnePlusൻ്റെ C എന്ന് പറയുന്ന വേരിയൻ്റ് വന്നിട്ടുണ്ട്. ഇവരെല്ലാം സെയിം കമ്പനിയൊക്കെ തന്നെ. റിയൽമി OnePlus എല്ലാം സെയിം കമ്പനിയാണ്. പക്ഷേ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് പല ഇറക്കുന്നു. ഫോൺസ് ആയാലും പല ഡിഫറെൻ്റ് ഇറക്കുന്നു. ഓരോരുത്തരുടെ ടേസ്റ്റ്, ചിലർക്ക് ഗെയിമിംഗ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഗെയിമിംഗ് ഇഷ്ടപ്പെട്ട ഫോൺ, ഫീച്ചേഴ്സ് ഉള്ള ഫോൺ. അതുപോലെ ബാസിന് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ റിയൽമി ബഡ്സ് വയർലെസ് എടുത്തു. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് കൺട്രോളാണ്. ജസ്റ്റ് ഇതേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് ഓണാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഊരിക്കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. അല്ലാതെ ബട്ടനെ ഞെക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വേറെ ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു, വയർലെസിൻ്റെ ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടനെ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കണം ഓണാണെങ്കിൽ. അത് മാത്രമല്ല, ഇത് ചിലപ്പോൾ നമ്മൾ രാത്രി ഇപ്പം കിടന്നിട്ട് ഇത് ഉറങ്ങി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഓഫ് ആക്കാൻ മറന്നുപോയി നിന്ന് ചാർജ് കുറേ കഴിയുമ്പോൾ പോകും. ഇത് അങ്ങനെ പ്രശ്നമില്ല. നിങ്ങളപ്പം വിചാരിക്കുമായിരിക്കും ഇത് ഊരി ഇട്ടിട്ട് നമ്മൾ കുറേ നേരം ഇതിൻ്റെ ചാർജ് പൂത്തിരുന്ന് വിചാരിക്കും, ഒട്ടിയാലല്ലേ ഓഫ് ആകത്തുള്ളൂ എന്ന് പലരും വിചാരിക്കും. പക്ഷേ ഫ്രണ്ട്സ്, ഇതിങ്ങനെ ഊരി കിടക്കുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാതെ കിടക്കുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നതാണ്. അപ്പം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഒരു പെർഫെക്റ്റ് ഫീച്ചേഴ്സ് പാക്ക് ആണ്. പിന്നെ പലർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ ഒരു മഞ്ഞ കളർ, ഇവരുടെ ഒരു വയറെ മഞ്ഞ കളർ വന്നത് പലർക്കും ബുദ്ധിമുട്ട് കാണും. ഞാനും സജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഇറക്കിയിരുന്നെങ്കിൽ കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് ആയേനെ. കാരണം ഇതിൻ്റെ വേറെ കളർ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. പക്ഷേ റെഡും ബ്ലൂവും ചിലർക്ക് ബ്ലാക്ക് പ്രീമിയം കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം ഇതൊരു യെല്ലോയ്ക്ക് പകരം ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇച്ചിരിയോടെ ഇൻട്രസ്റ്റ് ആയതിനും തോന്നും. പലരും വിചാരിക്കും ഇത് യെല്ലോ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ യെല്ലോ കളർ, എടുത്തറിയുന്ന കളർ ഇഷ്ടമല്ലെന്ന് വിചാരിക്കണം. നിങ്ങൾ നേരെ OnePlus Z വാങ്ങിച്ചോ. എനിക്കെപ്പോൾ Z തെറ്റിപ്പോയി. OnePlus C വാങ്ങിച്ചോ, അത് ഫുൾ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ഈ കളർ ഇഷ്ടമല്ലെങ്കിൽ അത് വാങ്ങിച്ചോ. അത്യാവശ്യം അതിനും ബാസ് ഇല്ലെന്നല്ല, അത്യാവശ്യം നല്ല ബാസ് അതിനും ഉണ്ട്.
ഈ മാഗ്നറ്റിക് കണക്ട് ചെയ്താൽ ഓഫ് ആവും. ഇത് മിക്കവാറും ഞാൻ കണക്ട് ചെയ്ത് നശിപ്പിക്കുമല്ലോ. 1 hour later. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എനിക്ക് ഇതാണ് ഫ്രണ്ട്സ്. കാരണം മാഗ്നറ്റിക് കൺട്രോൾ ടെക്നോളജിയാണ്. അതായത് ഈ മാഗ്നറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഓണും ഓഫും ബട്ടൺ ഇല്ല. ഇനി വേണം നിങ്ങൾ പറയുവാണെങ്കിൽ ഈ റിയൽമി ബഡ്സ് വയർലെസ്സും പിന്നെ ബോട്ടിൻ്റെ ഒരു വയർലെസ് ഹെഡ്സെറ്റ് എൻ്റെ ഫ്രണ്ടിനുണ്ട്. അതുമായിട്ട് ഞാൻ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം. അത് ഏകദേശം 1600 രൂപ വരെ സാധനം. ഇത് 1799. അപ്പം രണ്ടും കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. ഇതും യൂസ് ചെയ്ത് നോക്കി എനിക്ക് കുറേ ഡിഫറൻസ് ഒക്കെ തോന്നി. നിങ്ങൾ പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഈ ബട്ടൺസ് ഒക്കെ പറയുവാണെങ്കിൽ വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ ബട്ടൺ ഉണ്ട്. പിന്നെ നടുക്ക് 6 എന്ന റിയൽമിയുടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ പോസ് ചെയ്യാം. ഇതെല്ലാം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വോളിയം അപ്പും ഡൗണും വേറെ ഒരു കൺട്രോളും ഇല്ല. ആകെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഈ അപ്പും ഡൗണും പറ്റത്തുള്ളൂ. പിന്നെ നടുക്കത്തെ ബട്ടണാണ് നെക്സ്റ്റ് സോങ് പോകും. നടുക്കത്തെ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സോങ് പോകും. നടുക്കത്തെ ബട്ടണിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് റിവേഴ്സ് സോങ് പോകും. പിന്നെ പോസ് ചെയ്യണമെങ്കിൽ ഒറ്റ നെക്ക്. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻസ് ഓൺ ആകണമെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗൂഗിൾ അസിസ്റ്റൻസ് ഓൺ ആവും. പിന്നെ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് ഫ്രണ്ട്സ്. ഈ ഒരു 1799 രൂപ കൊടുക്കുവാണെങ്കിൽ അതിന് മുതലാണ് ഈ സാധനം. വൻ മുതലാണ്, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ക്വാളിറ്റി ഇതൊരു മെറ്റൽ ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ചിലയിടത്തൊക്കെ പ്ലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇതൊരു മെറ്റൽ മിക്സ് എന്തോ സംഭവമാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതൊന്നും താഴെ വീണാ പൊട്ടുവോ അല്ലെങ്കിൽ പോറൽ വീഴുവോ ഒന്നും ചെയ്യത്തില്ല. ഇതൊരു പ്രത്യേക മെറ്റീരിയൽ കേട്ടോ. ഇത് പോറലൊന്നും വീഴത്തില്ല. ഞാൻ കൈകൊണ്ടൊക്കെ ചുരണ്ടി നോക്കി, ഒരു പോറലും വീഴത്തില്ല. ഇതൊരു മെറ്റൽ മിക്സ് എന്തോ സംഭവമാണ്. പിന്നെ ഇവിടെ റിയൽമിയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി മെയിൻ സാധനമാണല്ലോ, അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എല്ലാ ഹെഡ്സെറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് സൗണ്ട് ക്വാളിറ്റിയാണ്. നമുക്ക് ലാസ്റ്റിലേക്ക് കടക്കുകയാണ്. സൗണ്ട് ക്വാളിറ്റിക്ക് ഞാനൊരു 10-ലാണെങ്കിൽ 8 മാർക്കും കൊടുക്കും. ഈ ഒരു 8 റേറ്റിംഗ് കൊടുക്കും. ബാസിനാണെങ്കിൽ 10-ൽ 9.5 കൊടുക്കും. കാരണം ബാസ് കിടിലമാണ്. പിന്നെ മിഡ് ടോൺസിന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ 10-ൽ 8 കൊടുക്കും. കുഴപ്പമില്ല, നല്ല മിഡ് ടോൺ ആണ്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല, സൗണ്ട് ക്വാളിറ്റി കുറവെന്നല്ല. 8-10 കൊടുക്കണമെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതിനൊത്ത ബാസ് സൗണ്ട് ക്വാളിറ്റിയെക്കാട്ടിൽ ഇച്ചിരി ഹൈ എൻഡ് നിൽക്കുന്നത് ബാസാണ്. പിന്നെ ഫുൾ വോളിയം വെക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും പതറിച്ച സൗണ്ട് ഉണ്ടാകുന്ന ഡൗട്ട്സ് ഉണ്ട് പല ഹെഡ്സെറ്റിനും. പക്ഷേ ഇതിന് ഫുൾ വോളിയം ഞാൻ വെച്ച് നോക്കി, ഒരു പതർച്ചയില്ല, ഡിസ്ട്രോഷൻ ഒന്നുമില്ല, പക്കയാണ്. ഫുൾ സൗണ്ടിലും നല്ല നീറ്റായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു ഇടിപ്പ്, ആ ഒരു ഫീല് പക്കയായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുമാതിരിപ്പെട്ട എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വോയിസ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്നതാണ്. നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള കൂടുതൽ ടെക്നോളജി വീഡിയോസും കുറേ എക്സ്പീരിയൻസ് വീഡിയോസും ഒക്കെ കിട്ടണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ പേര് വിഷ്ണു, ടെക് ടോക്ക് മലയാളത്തിൽ നിന്ന്. See you.